നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാനായിട്ടുള്ള ഒരു ചെറിയ വിദ്യ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ. നമ്മൾ ആഗ്രഹസിദ്ധിക്ക്, നമ്മുടെ ഇഷ്ടകാര്യ സിദ്ധിക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് വഴിപാടുകൾ, പല അമ്പലങ്ങളിലും പല ഭഗവാന്മാർക്കും ഒക്കെ വഴിപാടുകൾ ചെയ്യാറുണ്ടല്ലേ. ഓരോ കാര്യത്തിന്, ഇപ്പോൾ കല്യാണം നടക്കാനാണെങ്കിലും വീട് വയ്ക്കാനാണെങ്കിലും അങ്ങനെ, പിന്നെ എന്താണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ടുള്ള ഒരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾ ഈ വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ പാർവതീപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്കാണ്. നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ ദേവനാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ഭഗവാന് വേണ്ടിയിട്ട് ഒറ്റ നാരങ്ങയിലുള്ള ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ, അത് കുറച്ച് ദിവസം, ഒരു 6 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നടക്കാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ചൊവ്വയുടെ ദേവനായതുകൊണ്ട് തന്നെ നമ്മൾ ചൊവ്വാദോഷമുള്ളവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇഷ്ടകാര്യ സിദ്ധിക്ക് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഈ വഴിപാട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക. ചൊവ്വാഴ്ച ദിവസമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ മാസത്തിലുമുള്ള കാർത്തിക നാളും വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഷഷ്ടി നോക്കുന്നത്, ചൊവ്വാദോഷമൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഷഷ്ടി നോക്കുന്നത് വളരെ നല്ലതാണ്. ഷഷ്ടി വ്രതം എടുക്കുന്നവർക്ക് അമ്പല ദർശനവും കൂടി നടത്തുന്നത് വളരെ നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ആഴ്ചയിലുള്ള ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരു വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരൊറ്റ രൂപയും അതോടൊപ്പം ഒരു വെളുത്ത പുഷ്പവും വെച്ചിട്ട് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ ചെന്നതിന് ശേഷം ഈ വാഴയിലുള്ള ഈ നാരങ്ങയും വെള്ള പുഷ്പവും ഒറ്റ രൂപയും വെച്ച് നമ്മൾ അമ്പലത്തിന് 6 വട്ടം പ്രദക്ഷിണം വയ്ക്കുക. 6 വട്ടം പ്രദക്ഷിണം വച്ചതിന് ശേഷം നമ്മളത് അമ്പലത്തിൽ സമർപ്പിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് 6 ആഴ്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാവുന്നവരൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെ ആഗ്രഹ കാര്യങ്ങൾ സിദ്ധിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യസിദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം ഒരുപാട് മനസ്സിൽ, ഇപ്പോൾ ജോലിയാണെങ്കിലും മക്കളുടെ കല്യാണമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തു നോക്കുക. നടക്കാതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം എന്തായാലും ഒരു ഫീഡ്ബാക്കും കൂടെ പറയുക. അപ്പം നമ്മൾ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നവർക്കും ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അറിവിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞൊരു കാര്യം കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോയി ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞപ്പോൾ അതൊരു വീഡിയോ ആയി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.